നമ്മളിത് എവിടെ പോവാ? നമ്മളിന്ന് ടേസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. നമുക്ക് കിട്ടോ ഇല്ലെന്നും പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ പൈസ ഒന്നും ഇല്ല. നമുക്കൊരു കൂപ്പൺ കോഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അത് വെച്ചിട്ട് കിട്ടുമോ എന്താന്ന് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാൻ പോവാണ്. പോയി നോക്കാം. ഒരു ടേസ്റ്റ് സെന്റർ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടോട്ട് പോവാണ്. നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ ഇറങ്ങി നടന്നു. ആ പോകുന്ന 2 പേരും നമ്മുടെ കൂടെ ഉള്ളതാണ്, ഫിദായും റനീഷയും. അവർ ഫസ്റ്റിലേ അങ്ങ് ഓടിപ്പോയി. ഞാനും ആഷ്നായും വീഡിയോ എടുത്തുകൊണ്ട് അവരുടെ ബാക്കിൽ ഇങ്ങനെ മെല്ലെ നടന്നു പോയി. വണ്ടർഫുൾ സ്മെല്ലാണ്. അപ്പൊ എന്നെ എടുക്കുന്നേ ഭയങ്കര സ്മെല്ലാണ്. നടക്കാൻ പറ്റുന്നില്ല. അതുപോലെ സ്മെല്ലിപ്പോ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കട ബീഫ് കടയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓടുക. ഭയങ്കര സ്മെല്ല് ഒട്ടും പറ്റത്തില്ല സഹിക്കാൻ. ഗൈസ് നമ്മൾ ഓട്ടോയിൽ കയറി കെഫ്സ് കഴിക്കാൻ പോകാനായിട്ട്. റനീഷ ഇതായി കാണുന്നില്ല. ബ്ലോഗാണ് ഗൈസ്. നമ്മൾ KFC കഴിക്കാൻ പോവാം. അത് പെട്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താ പെട്ടെന്ന് എനിക്കറിയത്തില്ല. കുഴപ്പമില്ല. എന്തായാലും ആശിന പെട്ടോ? ഇല്ലല്ലോ. റനീഷ പെട്ടോ? പെട്ടു ഇല്ല. ഇത് മാത്രമേ പെട്ടിട്ടുള്ളൂ ഗൈസ്. ഓട്ടോയിലാണ്. നമ്മുടെ ഓട്ടോ ചേട്ടൻ പോവുകയാണ് ഗൈസ്. നമ്മളിത്തെ ഒരു 80 റുപ്പീസ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊരു 60 റുപ്പീസ് ഒക്കെ ആക്കി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ചോദിച്ചിട്ട് 60 റുപ്പീസിന് കേസിലൂടെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ പോവുകയാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചേട്ടൻ മാറ്റിയൊക്കെ ഓടിക്കുന്നുണ്ട്. സൂപ്പറാണ്. എത്ര ദൂരം ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ഗൈസ് നമ്മൾ KFCയുടെ സ്ഥലത്തെത്തി. റനീഷ പേയ്മെന്റ് ചെയ്യൂ. വീഡിയോ എടുക്കട്ടെ ഞാൻ. ആശാണ് ഗൈസ് നമ്മുടെ പൈസ കൊടുക്കുന്നത്. 80 റുപ്പീസ് ഉണ്ട്. പിന്നെ ഡിസ്കൗണ്ട് ആക്കിയത്. ഗൈസ് ഫൈനലി നമ്മൾ KFCയിലെത്തി ഗൈസ്. ഈ ഓട്ടോയിലാണ് ഗൈസ് നമ്മൾ വന്നത്. ഈ ചേട്ടൻ നമുക്ക് 80 റുപ്പീസ് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് 60 റുപ്പീസ് ആക്കി തന്നു. ഗൈസ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് KFC കഴിക്കാനായിട്ട് കയറാൻ പോവാണ്. കിട്ടുമോന്നറിയത്തില്ല. കിട്ടുവാണെങ്കിൽ ഞങ്ങൾ പറയാം. കിട്ടുമോന്നറിയത്തില്ല. ഈ റനീഷാണ് നമ്മളെ കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. അതെ കിട്ടുമെന്ന്. കിട്ടാതിരിക്കാൻ നമ്മൾ പൈസ ഉള്ളിടത്തോളം നമുക്ക് കിട്ടും. ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. 1000 റുപ്പീസിനുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം. റനീഷ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്ക് സാധനം കിട്ടും എന്തായാലും. ചിലവല്ല, ഫ്രീ ആയിട്ട് അവൾക്ക് കൂപ്പൺ കോഡ് കിട്ടി. അതുകൊണ്ട് അവള് സംഭവം നമ്മളെ തരാന്ന് പറഞ്ഞു. ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നിൽക്കുവാണ്. KFC കിട്ടിയല്ലോ ഫ്രീ ആയിട്ട്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേം കൂടെ കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ KFC കഴിച്ചു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു KFC ഗൈസ്? ഫിദാക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. ഫിദ കുറെ നേരം കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഫിദാക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ? അവള് കാണിക്കുന്നതല്ലേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ എടുക്കാനായിട്ട്. പക്ഷെ അവള് കാണിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? മടുത്ത റനീഷായും ആസ്നായും ഒരു മൂലക്ക് ഇരിപ്പുണ്ട്. നമ്മൾ തിരിച്ച്
കോളേജിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറി അല്ലേ അശ്ന? നമ്മൾ കുറേ ഓട്ടോ എടുത്ത് ചോദിച്ചപ്പോൾ അവർ 80 100 ഒക്കെ പറഞ്ഞു. നമ്മുടെ അത്ര പൈസ ഒന്നും കൊടുക്കാനില്ല. അത് കുറച്ച് കൊടുക്കും. നമ്മളെ പറ്റിച്ചു എല്ലാവരും. റിട്ടേൺ വന്ന ഓട്ടോയിൽ കയറി. ആ ചേട്ടൻ നമ്മളെ കൊണ്ടുപോകും. 40 റുപ്പീസിന് കൊണ്ടാക്കാന്ന് പറഞ്ഞു. 40 to 50. 40. ഞാൻ 40 ആക്കും അത്. അല്ലേ? ഇതായി കാണില്ല ഗായ്സ്. ഇതായി കാണില്ല. നമ്മൾ കണ്ടതോ മാരോളി ബസ് പോകുന്നു. നമ്മൾ പക്ഷെ ആ ബസ്സിൽ കയറിയില്ല. നമ്മൾ ഓട്ടോയിലാണല്ലോ കയറിയത്. അതെ, ഇതാണ് നമ്മുടെ ഓട്ടോ സ്റ്റേഷൻ. അലോവേര തലമുടിയൊക്കെ പോയി അതെ, മൊത്തം കൊളായി. മാമ ഡെയിലി ഫ്രഷിന് അവിടെ കൊണ്ടു നിർത്തും. ഞങ്ങളെ ഡെയിലി ഫ്രഷിന് അവിടെ കൊണ്ടുവന്ന് ഈ മാമ നിർത്തി ഗൈസ്. ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. യെസ്, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് കൊണ്ടിറക്കി പാവം. നമ്മൾ KFC ഒക്കെ കഴിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു തണുത്ത എന്തെങ്കിലും കുടിക്കാമെന്നും ഉള്ളൊരു മൈൻഡിൽ നമ്മൾ ഡെയിലി ഫ്രഷിലേക്ക് പോവാണ്. എന്ത് വാങ്ങുമെന്ന് അറിയത്തില്ല. റെനീഷ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുവാണ് ഗായ്സ്. റെനീഷ എല്ലാ മോസിനും ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. ഞാനും ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വാങ്ങുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും? അതൊരെണ്ണം എനിക്ക് ഒരു തലപ്പത്തേക്ക് ഫുള്ളായിട്ട് വാങ്ങിച്ചാൽ കൊള്ളാറുണ്ട്. അയച്ചെടുക്കണം. ഞാൻ മേടിക്കും. പക്ഷെ ഇരിക്കുമോ? 2 ദിവസം ഇരിക്കും. 2 ദിവസം കഴിച്ചുകൂടെ? 2,800 1 കിലോയുടെ 1 kg കിട്ടത്തെ. എന്തോ ഇതാ 2 സാധനം വേണം. 2 65. അല്ല, ഒരെണ്ണം. ഒന്ന് ഏതാ 60? ഫസ്റ്റിന്റെ 60. നിങ്ങൾ 60ന്റെ എടുക്കുക. അല്ല, ഞാൻ 60ന്റെ എടുക്കാം. നിങ്ങൾ 65ന്റെ എടുക്കുക. കൂടുതലല്ലേ? 125. കവർ വേറെ വേറെ 65ന്റെ ഏതാ? 65ന്റെ ഏതാ? അത് പിടിച്ചോ. കവറിന്റെ കളർ മാറ്റി തന്നാ ഒരെണ്ണം. അത് കൊള്ളത്തില്ല. അവിടെ അത് കൊള്ളത്തില്ല. ഇല്ല, അത്രയും ചേർത്ത് കൊള്ളത്തില്ല. കൊള്ളായിരിക്കുമോ അത്? അല്ലടി, തൊട്ട് കല്ല് പോലെ ഇരിക്കുന്ന. ആഷ്ന, ഫിദ, ആലിയ. ഫിദ നല്ല പേരാണ്. ഫിദ, നിന്റെ പേര് ഇഷ്ടപ്പെട്ടു മാമയ്ക്ക്.
ചെറുത് മതി കേട്ടോ, അല്ലെങ്കിൽ റെനീഷ ആഷിനാണ് എനിക്ക് എടുത്ത് തരുന്നത് ഗൈസ്. നാരങ്ങ സെലക്ട് ചെയ്ത് തരുന്നത്. ചെറുതെടുക്കണേ ബ്രോ. അത് മാറ്റിയിട്ട് ചെറുതെടുക്കുക, കുറച്ച് പഴുത്ത ചെറുതെടുക്കുന്ന. ഇത് 1 2 3 4 5 6 6 മതി. റൂമിൽ കുറച്ച് ഇരിക്കുന്നുണ്ട്. കാണിച്ചേ. ഇത്രയാണ് ആക്ഷൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തന്നത്. ഗായ്സ് ഇത് ഫിദാടെ ഫ്രണ്ടാണ് ഗായ്സ്. യൂട്യൂബ് എടുത്തിരുന്നുണ്ടോ? ഹോസ്റ്റലിൻ്റെ ഉപ്പുണ്ട് എൻ്റെ ഉണ്ട്. റെനീഷയ്ക്ക് കുക്കുംബർ വേണമെന്ന് ഗായ്സ്. ഹെൽത്ത് കോൺഷ്യസ് ആവാന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അതിനു വേണ്ടിയുള്ളതെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കടയുടെ ഓണർ. ഫിദ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു. ഫിദാക്കൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട്. കുക്കുംബർ ഇത് ഫിദാടെ അല്ല, അത് ഫിദാടെ അല്ല ഗായ്സ്. നമ്മൾ കുറച്ചധികം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങി. റെനീഷ കുക്കുംബറും പിന്നെ എന്തൊക്കെയോ വാങ്ങി. ഞാൻ പിന്നെ വാട്ടർമെലൺ വാങ്ങി. പിന്നെ പഴം വാങ്ങണം എന്നുണ്ട്. പോയി പഴം കൂടെ വാങ്ങിയിട്ട് വരാം ഗൈസ്. പഴം വാങ്ങണം എനിക്ക്, റോബസ്റ്റ. പിന്നെ നിനക്കോ ഇത് വാങ്ങണ്ടേ, പപ്പായ. എന്തോ വീരാ പോയത്. ഇറങ്ങിയാലോ? ഈ അങ്കിള് നമ്മളെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് കൊണ്ടാക്കാന്ന് പറഞ്ഞു. നമ്മള് ഉപ്പിലിട്ട കഴിക്കത്തില്ലേ? ആ, നമ്മളിന്ന് ഫുൾ ഫ്രീ ആയിട്ടാണ് ഗായ്സ് വന്നത്. ഫ്രീ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര ലക്കായിരുന്നു അല്ലേ? ഇന്ന് ഫുള്ള് എല്ലാം ഭയങ്കര നല്ല ദിവസമായിരുന്നു. എല്ലാം ഫ്രീ ആയതുകൊണ്ടേ. ഫിദ തളർന്നു വയ്യാണ്ട് കിടക്കുവാണ് ഗായ്സ്. കൊടുത്താ പോരെ ഫിദാക്ക്? നമുക്ക് കൊടുത്താ പോരെ? പൊട്ടറ്റോ സാധനങ്ങളില്ല കേട്ടോ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ വേറെ ബേക്കറി ഐറ്റംസ് വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. എനിക്കല്ല, റെനീഷയ്ക്കും അല്ല, വേറെ നിമിഷയ്ക്കും ഒക്കെയാണ്. പക്ഷെ സാധനമില്ല, ഷോപ്പ് ക്ലോസ്ഡ് ആണ്. സോ നമ്മളിനി നടന്നു പോവാം അല്ലേ അശ്ന? ആ ഗൈസ്, ഫുള്ളായിട്ട് നമ്മൾ തളർന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. ഓട്ടോയിലൊക്കെയാണ് പോയത്. പക്ഷേ നമ്മളെല്ലാവരും ക്ഷീണിച്ചൊരു പരുവമായി അല്ലേ ആശി? അല്ലേ ഫിദ? അതെ ഗൈസ്. റെനീഷ ഏകാന്തതയിലൂടെ സഞ്ചരിക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ടല്ലേ ഈ ഫ്രെയിം. റെനീഷ തിരിഞ്ഞു വയ്ക്കുമെന്ന്. യൂട്യൂബിലെ വീഡിയോ ബ്രോ, കുഴപ്പമില്ല. കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ വെച്ചു. വാങ്ങി ഫ്രൂട്ട്സ് ഇത്രത്തോളം സാധനങ്ങൾ നമ്മൾ വാങ്ങി. അടുത്ത് വെക്ക്. ഇത്രത്തോളം സാധനം നമ്മൾ വാങ്ങി. ആശി വയ്യാണ്ട് ഇവിടെ കയറിയിരുന്നു. ആൻഡ് ദിസ് ഈസ് അവർ ഹോസ്റ്റൽ. അതാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. വെള്ളം കുടിക്കാൻ വിചാരിക്കുക. എനിക്ക് വേണം. ഇതെനിക്ക് വെള്ളം തന്നു. ഇത്ര സ്നേഹം. ഫൈനലി ഞങ്ങൾ ഹോസ്റ്റലിലെത്തി ഗായ്സ്. ഇതാണ് എൻ്റെ ബെഡ്. ഇത് എൻ്റെ ബെഡല്ല, ശരിക്കും അലീനയുടെ ബെഡാണ്. പക്ഷെ ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാനാണ് കിടക്കുന്നത്.